ജെയിംസ് കാമറൂണിന്റെ പ്രശസ്തമായ അവതാർ സിനിമാ പരമ്പരയിലെ മൂന്നാം ഭാഗമായ ആവറ്റാർ ഫയർ ആൻഡ് ആഷ് ന്റെ കഥയുടെ പൂർണ്ണമായ രൂപം വളരെ ലളിതമായി. രണ്ടാം ഭാഗമായ ദി വേ ഓഫ് വാട്ടർ ൽ സംഭവിച്ച കാര്യങ്ങൾക്ക് തൊട്ടുപിന്നാലെയാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. ഇതിൽ പ്രധാന കഥാ പശ്ചാത്തലമായി പുതിയ ശത്രുക്കൾ ആഷ് പീപ്പിൾ വരുന്നു. മുൻപ് കണ്ട കാട്ടുവാസികളായ ഓമാഡിക്കായ ഗോത്രത്തിൽ നിന്നും കടൽവാസികളായ മെറ്റ്കായന ഗോത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തരായ ഒരു പുതിയ നവി വിഭാഗത്തെ ഈ ചിത്രത്തിൽ കാണാം. മാംഗ്വാൻ ക്ലാൻ അഥവാ ചാരഗോത്രം ആഷ് പീപ്പിൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവരുടെ പ്രത്യേകത പ്രകൃതിയുടെ ദൈവമായ ഐവയെ ഇവർ ആരാധിക്കുന്നില്ല. കടുത്ത അതിജീവന ചിന്താഗതിയുള്ള അക്രമസ്വഭാവമുള്ള ഈ ഗോത്രത്തിന്റെ നേതാവ് വാരംഗ് എന്ന ക്രൂരയായ വനിതയാണ്. കഥ വികസിക്കുന്നത് മൂത്തമകൻ നെറ്റ്യാമിന്റെ മരണമുണ്ടാക്കിയ വലിയ ആഘാതത്തിലാണ് ജേക്ക് സള്ളിയും നെയ്തിരിയും മക്കളും. ഇതിനിടയിലാണ് പണ്ടോറയിലെ മനുഷ്യരുടെ സൈന്യമായ RDAയുമായി കൈകോർത്ത് വാരംഗിന്റെ നേതൃത്വത്തിലുള്ള ചാരഗോത്രം സള്ളി കുടുംബത്തിന് നേരെ തിരിയുന്നത്. പിന്നീടുള്ളത് സ്പൈഡറിന്റെ മാറ്റമാണ്. ജേക്കിന്റെ വളർത്തു മകനായ സ്പൈഡറിന് വലിയ പ്രാധാന്യമുണ്ട്. കിരിയുടെ പ്രത്യേക കഴിവ് കാരണം സ്പൈഡറിന് പണ്ടോറയിലെ വായു മാസ്ക് ഇല്ലാതെ തന്നെ നേരിട്ട് ശ്വസിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു. പണ്ടോറയിലെ മറ്റ് ജീവികളുമായി നാഡീവ്യൂഹം വഴി ബന്ധപ്പെടാനുള്ള തന്റെ ഈ പുതിയ കഴിവ് പര്യവേക്ഷണം ചെയ്യാൻ കിരി സ്പൈഡറിനെ സഹായിക്കുന്നു. തുടർന്ന് അവർ ചുംബനം പങ്കിടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ കേണൽ ക്വാറിച്ച് സ്പൈഡറിനെ തടവിലാക്കുകയും തുടർന്ന് മാംഗ്വാൻ ഗോത്രത്തോടൊപ്പം മെറ്റ്കായന ഗ്രാമത്തിലെത്തി ജേക്ക് കീഴടങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനായി ജേക്ക് കീഴടങ്ങുന്നു. തുടർന്ന് ജേക്കിനെയും സ്പൈഡറിനെയും റിസോഴ്സസ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ RDA ബേസിലേക്ക് കൊണ്ടുപോകുന്നു. RDA വേട്ടക്കാർ ലക്ഷ്യമിടുന്ന തുൽഗുൻ കൂട്ടായ്മയ്ക്ക് മുന്നോടിയായി ജേക്കിന്റെ മകൻ ലോആക് പായക്കനെ തിരയുന്നു. RDA ശാസ്ത്രജ്ഞർ സ്പൈഡറിനെ വിവിധ പരിശോധനകൾക്ക് വിധേയനാക്കുമ്പോൾ ജേക്കിനെ വധിക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. എന്നാൽ നെയ്തിരി രഹസ്യമായി RDA ബേസിലേക്ക് അതിക്രമിച്ച് കയറുകയും RDA ജീവശാസ്ത്രജ്ഞനായ ഇയാൻ ഗാർവിൻ ജേക്കിനെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. നെയ്തിരിയും ജേക്കും സ്പൈഡറും അവിടെ നിന്ന് രക്ഷപ്പെട്ടതിനുശേഷം സ്പൈഡറിന്റെ വായു മാസ്ക് ഇല്ലാതെ ശ്വസിക്കാനുള്ള കഴിവിനെക്കുറിച്ച് RDA കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ ജേക്ക് സങ്കടത്തോടെ സ്പൈഡറിനെ കൊല്ലാൻ ഒരുങ്ങുന്നു. എന്നിരുന്നാലും തന്റെ വളർത്തു മകനെ കൊല്ലാൻ ജേക്കിന് മനസ്സ് വരുന്നില്ല. ഒടുവിൽ ജേക്കും നെയ്തിരിയും സ്പൈഡറിനെ കെട്ടിപ്പിടിച്ച് ചേർത്തു നിർത്തുന്നു. മനുഷ്യരുടെ വില്ലനായ കേണൽ ക്വാറിച്ച് പുതിയ ചാരഗോത്രവുമായി സഖ്യമുണ്ടാക്കി അവർക്ക് ആധുനിക ആയുധങ്ങൾ നൽകുന്നു. പണ്ടോറയിലെ തിമിംഗലങ്ങളെപ്പോലെയുള്ള ജീവികളായ തുൽക്കുൻ വംശത്തെ വേട്ടയാടാൻ ഇവർ പദ്ധതിയിടുന്നു. ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുന്നു. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ജേക്ക് സള്ളി വീണ്ടും തോറുക മക്ദോ ആയി മാറി പണ്ടോറയിലെ വിവിധ ഗോത്രങ്ങളെയും കടൽ ജീവികളെയും ഒന്നിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്കും വാരംഗിന്റെ ചാരഗോത്രത്തിനുമെതിരെ അതിശക്തമായ യുദ്ധം നയിക്കുന്നു. വലിയ നാശനഷ്ടങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമൊടുവിൽ പണ്ടോറയിലെ പ്രകൃതിശക്തികളുടെ സഹായത്തോടെ ജേക്കും കുടുംബവും വിജയം നേടുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം. പ്രകൃതിയെ സ്നേഹിക്കുന്ന നല്ലവരായ നവി വംശജരിൽ നിന്നും വ്യത്യസ്തരും ക്രൂരന്മാരായ നവി വിഭാഗങ്ങളും പണ്ടോറയിലുണ്ടെന്ന് പറയുകയാണ് ജെയിംസ് കാമറൂൺ ഈ ഭാഗത്തിൽ. കൂടുതൽ വൈകാരികമായ രീതിയിലാണ് കഥ ഈ ഭാഗത്തിൽ പറയുന്നത്.